ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഷെഫ് പിള്ളയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. ആദ്യം തന്നെ നമുക്കൊരു ചുവട് കട്ടിയായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ പെരുംജീരകം ഇട്ട് അത് മൂത്ത് കഴിയുമ്പോൾ ഞാൻ ചെറിയ ഉള്ളിയാണ് ആദ്യമായിട്ട് ഇടുന്നത്. ചെറിയ ഉള്ളി ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ നമ്മുടെ സവാള ഒരു 4 സവാളയോളം നമ്മൾ എടുത്തിട്ടുണ്ട്. നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുക. അത് നമ്മൾ ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇതിൻ്റെ ഉള്ളിയുടെ ആ പാകം എന്ന് പറയുന്നൊരു ഗോൾഡൻ ബ്രൗൺ കളറാണ്. നന്നായിട്ട് വഴറ്റി ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നിങ്ങൾക്കറിയാലോ, ഉപ്പിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് വഴന്ന് കിട്ടും. ഈ ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഞാനൊരു 3 പച്ചമുളകാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ഫുൾ വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഈ ടൈമിൽ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മൊരിയണം. ആ ടൈമിൽ നമുക്ക് കുറച്ച് വേപ്പില നിങ്ങൾക്കറിയാലോ, എത്ര ഇട്ടാലും അതിനൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ടൈമിൽ ഞാൻ ആ വേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. ഇത് മൂത്ത് കഴിയുമ്പോൾ നമുക്കൊരു സൈഡിലേക്ക് നീക്കി വയ്ക്കാം. അതിനുശേഷം നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. അത് എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ആദ്യം ചേർക്കുന്നത്. അതേപോലെ തന്നെ ഒരു 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് 2 ടേബിൾ സ്പൂണാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് മല്ലിപ്പൊടി. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഇത് നമുക്ക് എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ അധികം നമുക്ക് എരിവ് ആവശ്യമില്ലാത്ത കാരണം 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇത് പൊടി മാത്രം ഇട്ടിട്ട് ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ട് മുഴുവൻ മസാലയും കൂടി ഞാനൊന്ന് സോട്ട് ചെയ്തിട്ട് വെക്കുവാണ്. ആ പൊടി മൂത്തതിന് ശേഷം മാത്രം സവാളയും കൂടി ആഡ് ചെയ്താൽ മതി. ശേഷം ഞാൻ ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇത് നമ്മൾ ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനാണ്. ഇതും കൂടി ഞാനിട്ട് ഈ മസാലയിലേക്ക് ആദ്യം ഇളക്കി ചേർക്കുവാണ്. നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ വേണ്ടി ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് മൂടി വയ്ക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റിന് ശേഷം ഞാനത് വീണ്ടും തുറന്നിട്ട് അതിൻ്റെ വെള്ളം ഇറങ്ങിയൊന്നൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. വെള്ളം ഇറങ്ങിയതിന് ശേഷം നമുക്ക് തക്കാളി ഡയറക്റ്റായിട്ടാണ് കേട്ടോ ഇതിലോട്ട് ഒരു തക്കാളിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം ഞാൻ തിളച്ച വെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനിതൊരു 1/2 കപ്പോളം വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർന്ന് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടിയാണ് ഗരം മസാല. ഇതൊരു 1/2 ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഈ മസാലയായിട്ട് ഒന്ന് യോജിക്കാൻ വേണ്ടി ചിക്കൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. 2 മിനിറ്റോളം ഞാനിത് കൈവിടാണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഒരു 20 മിനിറ്റ് വരെ ഇതൊന്ന് തിളക്കുന്നത് നന്നായിരിക്കും. ഈ ചാറൊന്ന് കുറുകുന്നതാണ് ഇതിൻ്റെ പാകം. സ്വാദിഷ്ടമായ ചിക്കൻ കറി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വളരെ രുചികരമാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. താങ്ക്